കേരളത്തെ ലഹരിയുടെ കേന്ദ്രമെന്ന് ആരോപിക്കുന്നത് ശരിയല്ല എന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിൽ മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ല, കേരളത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്ന് നമ്മൾ കാണുന്നത് ശരിയല്ല. അണ്ടമാനിൽ കേരള എക്സൈസ് അന്വേഷിച്ചു പോയി 100 കോടിയുടെ രാസലഹരി നമുക്ക് ബങ്കറിൽ സൂക്ഷിച്ചത് കണ്ടെത്തി. നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്നാണ് ആ വിവരം കിട്ടിയത്. എക്സൈസ് സംഘം അവിടെ പോയി അത് നശിപ്പിച്ചു. അതുപോലെ തന്നെ ഡൽഹി പോയിട്ടൊരു പ്രതിയെ അറസ്റ്റ് ചെയ്തത്, മൂർഖൻ ഷാജിയെ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. അപ്പോ സംസ്ഥാന എക്സൈസിന്റെ അധികാര പരിധിക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറവിടം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ കാര്യത്തെ ഞാൻ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുകയും ചെയ്യാം. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് സഭയിൽ നിന്നും. പ്രശാന്ത്, ലഹരി കേസുകളുടെ എണ്ണം കൂടുന്നു, അക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിലാണല്ലോ പ്രതിപക്ഷം അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയം സഭയിലേക്ക് എത്തുകയും ചർച്ച നടക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി? മന്ത്രി ന്യായീകരിച്ചതും മറ്റെന്തെങ്കിലും പുതിയ നിർദ്ദേശങ്ങളോ മറ്റോ വന്നോ? ഈ ലഹരിയുടെ ഉപയോഗത്തെ തുടർന്നുള്ള കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നു. പേടിപ്പെടുത്തുന്ന രീതിയിലേക്ക് ലഹരിയുടെ ഉപയോഗത്തെ തുടർന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വിമുക്തി പദ്ധതി പരാജയമാണ്. അത് കേവലം ഫോട്ടോ ബാനർ പ്രദർശനത്തിന് അപ്പുറത്തേക്ക് പോകുന്നില്ല. പ്രചാരണങ്ങളല്ല വേണ്ടത്, ക്യാമ്പയിനല്ല, മറിച്ച് എൻഫോഴ്സ്മെൻ്റാണ് വേണ്ടത് എന്നതാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. മറുപടി പറഞ്ഞ മന്ത്രി എം.ബി. രാജേഷ് ആകട്ടെ, ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ലെന്നും കേരളം ലഹരിയുടെ തലസ്ഥാനമാണ് എന്ന് പറയുന്നതിൽ ശരിയല്ല എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. എൻഫോഴ്സ്മെൻറ്റ് കാര്യക്ഷമമായി നടക്കുന്നു എന്നും അദ്ദേഹം കണക്കുകളെല്ലാം നിരത്തി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ലഹരി തോത് വ്യാപനം കുറവാണ് എന്ന് സമർത്ഥിക്കാനാണ് മന്ത്രി എം.ബി. രാജേഷ് ശ്രമിച്ചത്. അതേസമയം തന്നെ ഈ ചർച്ചയെ അദ്ദേഹം പോസിറ്റീവായി കാണുന്നുവെന്ന് ആദ്യം തന്നെ ആമുഖത്തിൽ പറയുകയും ചെയ്തു. അതിനിടെ ഇന്നിപ്പോൾ ചർച്ച നടക്കുന്നതിനിടെ ചർച്ചയിൽ പങ്കെടുത്ത ഭരണപക്ഷ MLA എ. പ്രഭാകരനാകട്ടെ, ചില രക്ഷിതാക്കൾ അവരുടെ മക്കൾ ഇത്തരം ലഹരി കേസിൽ പെട്ടുകഴിഞ്ഞാൽ അവർ കുറ്റക്കാരല്ല എന്ന് പറയും. സമൂഹത്തിൻ്റെ ആകെ ഒരു ഇടപെടലാണ് ഇക്കാര്യത്തിൽ ലഹരി ഒഴിവാക്കുന്നതിന് വേണ്ടത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാം, യു പ്രതിഭ MLA മകനുമായി ബന്ധപ്പെട്ട കഞ്ചാവ് കേസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് മാത്രമല്ല അങ്ങനെ കേസിൽ മകൻ പെട്ടപ്പോൾ തൻ്റെ മകൻ കുറ്റക്കാരനല്ല എന്ന് യു പ്രതിഭ പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് മന്ത്രി മറുപടി പറയുന്നതിനിടെ ഈ ചർച്ചയുടെ ഭാഗമല്ല യു പ്രതിഭ എന്നിരിക്കെ പോലും യു പ്രതിഭ ഇടപെട്ട് മന്ത്രിയോട് ചില സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതായത് ഒരു എക്സൈസ് കേസിൽ ഒരു കേസ് പെട്ടുകഴിഞ്ഞാൽ ആ കേസെടുക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഉള്ളത്, ശരിയായ പരിശോധന നടത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ സ്റ്റേഷനിലുണ്ടോ, എക്സൈസ് കേസ് എടുക്കുമ്പോൾ ആവശ്യമായ പരിശോധന നടത്തിയിട്ടാണോ കേസെടുക്കാറുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ യു പ്രതിഭ ചോദിച്ചു. മാത്രമല്ല, ഓരോ ഈ എക്സൈസിൻ്റെ ഈ ലഹരി മുക്ത ക്യാമ്പയിനുകൾ സർക്കാരിൻ്റെ അതിന് ആത്മാർത്ഥമായ ലഹരി മുക്ത പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളും. കേരളത്തിൽ മാത്രമല്ല ഈ ലഹരി കേസുകൾ ഉള്ളത് എന്ന് മന്ത്രി ന്യായീകരിക്കുമ്പോൾ കേരളം പക്ഷേ പണ്ടിങ്ങനെ അല്ലായിരുന്നു എന്ന് നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്ന ഒരുപാട് പുതിയ കണക്കുകളാണ് വരുന്നത്. അപ്പോൾ എവിടെയാണ് മന്ത്രി പോസിറ്റീവായ സാഹചര്യങ്ങളെ ഉൾക്കൊള്ളുമെന്ന് പറയുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാകണം ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ നടക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പുതുതായി നിർദ്ദേശങ്ങളോ മറ്റോ ഉയർന്നു വന്നോ? മന്ത്രി അതിൽ ഇപ്പോൾ കാര്യക്ഷമമായാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. സർക്കാരിൻ്റെ ലഹരിമുക്ത പ്രവർത്തനം എന്നത് ഈ വിമുക്തി പദ്ധതിയിൽ കേന്ദ്രീകരിച്ചാണ്. അത് കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിനപ്പുറത്തേക്ക് പുതിയ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ലഹരിമുക്ത ക്യാമ്പയിനുകളും അത് ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളും എക്സൈസ് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പോഴും ഗുരുതരമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഓരോ ദിവസവും ലഹരിയുടെ ഉപയോഗം, അതുപോലെ തന്നെ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉണ്ടാകുന്ന ബന്ധങ്ങൾ പോലും മറന്നുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളും നമ്മൾ ഓരോ ദിവസവും വാർത്തകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരികയും ചെയ്തത്. ഏതായാലും ഇന്ന് ഈ വിഷയം സഭ ചർച്ച ചെയ്തു. കൂടുതൽ സർക്കാരിന് മുന്നിലേക്ക് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട രാസലഹരിയുമായി ബന്ധപ്പെട്ട ഓരോ ക്രിമിനൽ കുറ്റങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളും സർക്കാരിന്റെ മുന്നിലേക്ക് വീണ്ടും എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നിയമസഭയിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാക്കിയത്.